വാർത്താ താരകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സീനൂസ് പ്രേക്ഷകരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുക സീറോ മലബാർ കമ്മ്യൂണിറ്റി ദുബായിൽ വളരെ ശക്തമാണ്. ഇപ്പോൾ സീറോ മലബാർ ഡേ 2022 വളരെ മനോഹരമായി ആഘോഷിക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ പേരുടെ അധ്വാനവും പ്രാർത്ഥനകളും കഠിനാധ്വാനവും ഒക്കെയുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. ഈ പ്രോഗ്രാം ഇത്ര മനോഹരമായി അവതരിപ്പിക്കുവാൻ കാരണമായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ബെന്നി പുല്ലാട്ട്, അതുപോലെ തന്നെ ജൂബി സി ബേബി, ജോമോൻ കണ്ണമല, ഇവരെല്ലാവരെയും നമുക്ക് കേൾക്കാം. സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ബെന്നി പുല്ലാട്ട്, ഇവിടെ മനോഹരമായൊരു പ്രോഗ്രാം സീറോ മലബാർ കമ്മ്യൂണിറ്റി അവതരിപ്പിക്കുകയുണ്ടായി. ഇതിന് പിന്നിൽ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ എടുത്ത പ്രവർത്തനങ്ങൾ അതെങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായും. ദുബായിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടി നമ്മളുടെ പ്രിയപ്പെട്ട പോൾ വിൻ്റർ പിതാവ് അനുവദിച്ചെന്ന ഒരു ദിവസമാണ് സീറോ മലബാർ ഡേ എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഇവിടെ കാറ്റക്കിസം പഠിക്കുന്ന കുട്ടികളും അവരുടെ പേരൻസും മറ്റ് എല്ലാ വിശ്വാസികളും ചേർന്നാണ് ഈ ഒരു ദിനം ആഘോഷിക്കുന്നത്. അനവധി കലാപരിപാടികളും മറ്റ് സാംസ്കാരിക പരിപാടികളും എല്ലാം കൂടെ ചേർന്ന ഒരു സമന്വയമാണ് ഈ സീറോ മലബാർ ഡേ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഒരു ഈവൻറ്റ് എന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് അണിയിച്ചൊരുക്കണമെങ്കിൽ നിരവധി കമ്മിറ്റികൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി പേരുടെ എഫേർട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾക്ക് കുറേയധികം കമ്മിറ്റികളുണ്ടായിരുന്നു. ലൈക്ക് റിസപ്ഷൻ കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, സ്റ്റേജ് കൺട്രോൾ, പിന്നെ ഫുഡ് കമ്മിറ്റി. ഇതിനെല്ലാം മേലെയായിട്ട് ദൈവത്തിൻ്റെ കയ്യൊപ്പ് വാങ്ങിത്തരുവാൻ വേണ്ടി ഇൻ്റർസെഷൻ മിനിസ്ട്രി ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹമാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമായിട്ട് നടന്നതെന്ന് ഞങ്ങളെല്ലാവരും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാം തീരുമാനിച്ച അന്ന് മുതൽ തീരുന്നിടം വരെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി ദൈവം വളരെ ശക്തമായിട്ട് ഇതിൻ്റെ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പ്രോഗ്രാം അത്രയും വിജയമായത്. അതോടൊപ്പം തന്നെ എൻ്റെ അടുത്തൊരു ചോദ്യം കൂടെയുണ്ട്. അതായത് എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ സീറോ മലബാർ ഡേ നടന്നിട്ടുണ്ട്? അതിന് ആരൊക്കെ വന്നിട്ടുണ്ട്? ഈ ഡിഗ്നറ്ററീസൊക്കെ എവിടെ നിന്നാണ് വരിക? അതിൻ്റെയൊക്കെ കോർഡിനേഷൻ എങ്ങനെയാണ്? വാസ്തവം പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ടാണ് സീറോ മലബാർ വിശ്വാസികൾ ഇവിടെ ഇത്രയും ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 7ാമത്തെ സീറോ മലബാർ ദിനമായിരുന്നു. അപ്പം കഴിഞ്ഞ 6 വർഷങ്ങളിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് നടത്തിയിരുന്നത്. കൊറോണ വലിച്ചുകീറിയ കഴിഞ്ഞ 2 വർഷങ്ങൾ വിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഫിസിക്കലായിട്ട് തന്നെ നമ്മുടെ നമ്മുടെ ചർച്ചിൽ തന്നെ വലിയ സ്റ്റേജൊക്കെ കെട്ടിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം 2 പ്രാവശ്യം നമ്മുടെ വലിയ പിതാവ്, നമ്മുടെ കർദിനാൾ തന്നെ വന്നിരുന്നു മുഖ്യാതിഥിയും മെയിൻ സെലിബ്രൻറ്റുമായിട്ട്. പിന്നെ നമുക്ക് തട്ടിൽ പിതാവ് വന്നിരുന്നു, ശ്രാമ്പിക്കൽ പിതാവ് വന്നിരുന്നു, ഞാർലക്കാട്ട് പിതാവ്, പാമ്പ്ലാനി പിതാവ്, അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാ പിതാക്കന്മാരും വരുന്നുണ്ട്. അവരുടെ സമയവും അവൈലബിലിറ്റി അനുസരിച്ച് ആണ് വരുന്നത്. ഈ വർഷം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നിരുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടമായിരുന്നു. കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ സന്തോഷം നൽകിയ ഒരു അനുഭവമായിരുന്നു അദ്ദേഹമായിട്ടുള്ള ഇടപെടലും നമ്മുടെ സീറോ മലബാർ ഡേയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചതൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകിയൊരു സംഭവമാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ടാണ് ഓരോ സീറോ മലബാർ ദിനവും നമ്മൾ ആഘോഷിക്കുന്നത്. വളരെ സന്തോഷം അത് കേട്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം, അതായത് പല സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. 23 പൗരസ്ത്യ സഭയും അതുപോലെ തന്നെ ഒരു പാശ്ചാത്യ സഭയും, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ. അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായി ലിറ്റർജിക്കലി വെരി റിച്ചായ, അല്ലെങ്കിൽ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് സീറോ മലബാർ കമ്മ്യൂണിറ്റി. അത് ദുബായിൽ ഇത്രയും ശക്തമാണെന്ന് ബെന്നിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ സ്ട്രക്ചറുകളെല്ലാം നമുക്കറിയാം. അതായത് ഇവിടെ കാറ്റക്കിസം ഉണ്ട്, കൂതാശകളുണ്ട്, എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. അതെല്ലാം ഓർത്ത് അഭിമാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ വളർച്ചയെ ഓർത്ത് നന്ദി പറയുകയാണ്. അടുത്തതായിട്ട് ഞാൻ ജൂബിയിലേക്ക് വരികയാണ്. ജൂബി, ഇതൊരു നമ്മൾ അത്ഭുതത്തോടെ കണ്ട ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു. 100 കണക്കിന് കുട്ടികൾ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ചു. നമ്മുടെ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തെ മാറ്റി മറിച്ച ഒരു വിശുദ്ധനാണ് ചാവറയച്ചൻ. ചാവറയച്ചനെ പറ്റി, യൗപ്രസ്യാമയെ പറ്റിയൊക്കെ ആ പ്രോഗ്രാമിൽ കണ്ണു നനയിക്കുന്ന പല നിമിഷങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ ജൂബി ആയിരുന്നു. അതെങ്ങനെയാണ് ജൂബിക്ക് ചെയ്യാൻ പറ്റിയത്? എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലെ വർക്കുകൾ? ചേച്ചി, ശരിക്കും ഒരു 6 മാസം മുമ്പാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ പറ്റി ചെയ്തു തുടങ്ങാം എന്നതിനെപ്പറ്റി ആലോചിക്കുന്നതും അതുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതും. അപ്പോൾ 6 മാസത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ 6 മാസ കാലയളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവ അനുഭവത്തിൻ്റെയും നാളുകളായിരുന്നു.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന എല്ലാവർക്കും ആ ഒരു ദൈവത്തിൻ്റെ കരസ്പർശം അനുഭവിച്ച് അറിയാനായിട്ട് സാധിച്ചു. അത് അവസാനം സ്റ്റേജിൽ കാണുകയും ചെയ്തു. ജോമോൻ കണമലയാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പം ആദ്യം മുതൽ ഇതിൻ്റെ കോൺസെപ്റ്റ് സ്റ്റേജ് മുതൽ എക്സിക്യൂഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും ജോമോനാണ് ചെയ്തിരുന്നത്. അപ്പോൾ ജോമോൻ നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ജോമോൻ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു അസൈൻമെൻറ്റ് കൊടുത്തപ്പം അതിലേക്ക് വേണ്ടിയിട്ട് പൂർണ്ണ സമ്മതനായിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടായിട്ടുള്ള കാര്യത്തിലേക്ക് പൂർണ്ണമായിട്ടും എഗ്രി ചെയ്ത് വരുമായിരുന്നു ചെയ്തത്. അപ്പം ജോമോന് ശരിക്കും UK പോകാനുള്ള വിസയൊക്കെ റെഡി ആയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതുപോലും നീട്ടി വെച്ചിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സഹകരിച്ചു വരുമായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിനുള്ള കലാകാരന്മാരെ കണ്ടെത്തണമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ നമ്മളുടെ 1600ഓളം കുട്ടികൾ നമ്മളുടെ വേദപാഠം പഠിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായും അവർക്കൊരു നല്ലൊരു അവസരമായിട്ട് ഇതിനെ കരുതി അതിൽ നിന്നും താല്പര്യമുള്ളവർ ഏകദേശം അതിൽ നിന്ന് 10% പേര് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. അപ്പോൾ അവരുടെ എല്ലാം ഓഡീഷനിലൂടെ അതിൽ വന്ന കുട്ടികളിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് സ്റ്റേജിൽ ഓരോ പെർഫോമേഴ്സിനെയും സെലക്ട് ചെയ്തത്. ഡാൻസിനാണെങ്കിലും അതുപോലെ തന്നെ സ്കിറ്റിലേക്കുള്ള ആർട്ടിസ്റ്റിനെ ആണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തത്. അതുപോലെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഒരു ചാൻസ് കൊടുത്തിരുന്നു. പാരൻസ് ഒരുപാട് പേര് അവർ കുട്ടികളെ ഈ പ്രാക്ടീസിന് വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതേസമയം നല്ല കഴിവുള്ള പാരൻസ് ഉണ്ട്. അപ്പം അവരിൽ നിന്നും ഒരു ഓഡിഷൻ വെച്ചിട്ട് അവരെ നമ്മൾ സെലക്ട് ചെയ്തിരുന്നു. അപ്പം നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുള്ള എല്ലാ കലാകാരന്മാരും കുട്ടികളും അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ ടീച്ചേഴ്സും സിറോ മലബാർ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ആ പ്രവർത്തനം അത്ര വിജയകരമായിട്ട് തീർക്കാനായിട്ട് നമ്മളെ സാധിച്ചത്. ഇതിനൊക്കെ ഉപരിയായിട്ട് പ്രോഗ്രാം തുടങ്ങിയ നമ്മൾ തീരുമാനിച്ച ആ സമയം മുതൽ ഒരു ഇൻ്റർസെഷൻ ഗ്രൂപ്പ്, ഒരു പ്രയർ ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കുട്ടികളും മാതാപിതാക്കളും അടങ്ങുന്ന ആ ഒരു ഇൻ്റർസെഷൻ കൂട്ടായ്മയിലേക്ക് പ്രാർത്ഥനകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു, നിറഞ്ഞുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിരുന്നു നമുക്ക് 27-ാം തീയതി രാത്രിയിൽ സ്റ്റേജിൽ കാണുവാനായിട്ട് സാധിച്ചത്. അതിനിടയിൽ ജോമോൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ വളരെ ഇതായിട്ട് ആഘോഷിച്ചു. അതൊരു പ്രാങ്കിലൂടെ ആയിരുന്നു. 13-ാം തീയതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോമോന് അതൊരു ഞെട്ടൽ ഉളവാക്കി കൊടുത്തോണ്ട് എന്നാൽ എല്ലാവർക്കും അതിൻ്റെ എൻഡിങ് വളരെ സന്തോഷകരമായിട്ട് തോന്നുന്ന രീതിയിൽ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പറ്റി. പിന്നെ കുട്ടികൾ എല്ലാവരും അതൊരു ആഘോഷമായിട്ട് മാറ്റി. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം എൻ്റെ കൂടെ ഒരു കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അതെ അതെ തീർച്ചയായും. അപ്പോൾ അവർ വണ്ടിയിൽ കയറുമ്പം തന്നെ കൊന്ത സ്റ്റാർട്ട് ചെയ്യും. കൊന്ത ചൊല്ലിയാണ് പള്ളിയിലോട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പം വരുമ്പം കൊന്തയൊക്കെ ചൊല്ലിപ്പോവും. തിരിച്ചു പോകുമ്പോഴത്തേനും അവരുടെ കഥകളൊക്കെ പറഞ്ഞ് ശരിക്കും അതൊരു ആഘോഷമായിട്ട് മാറ്റി. അതൊരു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയായിട്ട് അത് രൂപപ്പെട്ടു. ഇപ്പോൾ വളരെ സന്തോഷമാണ്. കാരണം ഇവിടെ ജോലി ചെയ്യുന്ന മാതാപിതാക്കന്മാരാണ് 90%. അപ്പോൾ ഈ കുട്ടികളെല്ലാം പഠിത്തം കഴിഞ്ഞ് അവരുടെ ടൈം അതിനെ ക്രമീകരിച്ചുകൊണ്ട് ഇത്രയും ദിവസത്തെ ഞാൻ ജോമോനിലേക്ക് വരികയാണ്. ഇത് ഈസി അല്ല. 150-ന് മുകളിൽ കുട്ടികളാണ് ഇപ്പം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ. പിന്നെ പേരൻസിനെ വെച്ചിട്ടുള്ള വേറെ പ്രോഗ്രാമുകൾ. ഇതെല്ലാം ക്രോഡീകരിച്ച് ഈ കുട്ടികളെ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അത് രംഗത്ത് സ്റ്റേജിൽ കയറ്റുക എന്നുള്ളത് ഈസി കാര്യമല്ല, വലിയൊരു ടാസ്ക് തന്നെയുണ്ട്. അതും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഹോളോ എടുത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പലപ്പോഴും നടക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളെ പരിശീലിപ്പിക്കാൻ സമയം കണ്ടെത്തിയത്? അതിനൊക്കെയുള്ള അറേഞ്ച്മെൻറ്റുകൾക്കകത്ത് ഈ കുട്ടികൾ എങ്ങനെ സഹകരിച്ചു? എന്തൊക്കെയായിരുന്നു ഈ അനുഭവങ്ങൾ? ചേച്ചി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഫാമിലിയിൽ തന്നെ തുടങ്ങണം. കാരണം നല്ല തമ്പുരാന് സ്തുതി പറയണം. കാരണം ഈ ഒരു പ്രോഗ്രാം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ അപ്പനോടാണ്. അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു. എൻ്റെ അപ്പനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പൻ ഇത്ര കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് ഈ ഒരു പ്രോഗ്രാം ഇത്ര ഭംഗിയാക്കി ചെയ്യാൻ പറ്റിയത്. എൻ്റെ അപ്പൻ ഒരു ദിവസം പോലും കുർബാന മുടക്കാത്തൊരു മനുഷ്യനാണ്. ഒറ്റ ദിവസം പോലും കുർബാന മുടക്കില്ല. 3 മണിക്ക് മുട്ട നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തൊട്ട് അപ്പൻ ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്യും. എങ്ങനെയാടാ, എന്തായ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ
വന്നപ്പോൾ ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം എനിക്കൊരു നമ്മുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ എവിടെ തുടങ്ങും എങ്ങനെ തുടങ്ങും നമുക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ജുബിച്ചേട്ടനെ മീറ്റ് ചെയ്തു, ബെന്നിച്ചേട്ടനെ മീറ്റ് ചെയ്തു, മജോസ് ചേട്ടൻ അവരെല്ലാം മീറ്റ് ചെയ്തു, മനോജ് ചേട്ടനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കൊരു എന്താ പറയുക, എല്ലാവരും ഒന്ന് കൂട്ടി, എല്ലാവരും ഒന്ന് വന്നു. പിന്നെ പതുക്കെ നമ്മളതിനെ ഒന്ന് ഗ്രൂപ്പ് വൈസ് ചെയ്തു. പിന്നെ നമ്മൾ അങ്ങ് തുടങ്ങി. പക്ഷേ അവിടെ തുടങ്ങുമ്പോഴാണെങ്കിലും എൻ്റെ കൂടെ കുറേ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഒരു പക്ഷേ സ്റ്റേജിൽ ഇത്രയും പെർഫോമൻസ് ഇത്രയും ഭംഗിയാവാൻ കാരണം സ്റ്റേജ് മാനേജ്മെൻറ്റ്സിൻ്റെ ടീം തന്നെയാണ്, പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പേരെടുത്ത് തന്നെ പറയണം. കാരണം സിൻറ്റോപ്പൻ എന്ന് പറഞ്ഞാൽ സിൻറ്റോപ്പൻ എന്നാണ് ആളുടെ പേര്. സിൻറ്റോ, അനിലേട്ടൻ, സുധിച്ചേട്ടൻ, ഐബിൻ, ടോജോ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. നീണ്ട നിര തന്നെയുണ്ട്. അവർ ഓൺ ദ സ്പോട്ടിൽ അവർക്കറിയാം. ജിസ എൻ്റെ കസിൻ പെങ്ങളാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അവളാണ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ് എല്ലാം ചെയ്തത്. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നു. ഞാൻ എത്ര ചിലപ്പം എൻ്റെ മൂഡ് ഓഫ് ആകുമ്പോഴും ഞാൻ ചിലപ്പോൾ വഴക്ക് പറഞ്ഞാലും അവരതൊക്കെ കൂളായിട്ട് ദൈവനാമത്തിൽ ഞങ്ങൾ ചെയ്യാം. പക്ഷെ അവർ കൊടുത്ത എഫേർട്ടിൻ്റെ ഫലമാണ്. പലരും പറഞ്ഞു ഓരോ മാറ്റങ്ങളും ഓരോ അവസരങ്ങളാണെന്ന് പറഞ്ഞു. ഇപ്പം എന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി കാലമായി അമ്മമാർ മാറാൻ കളിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ 12 വർഷമായി ജോമോനെ തട്ടേ കയറിയിട്ട്. എനിക്കൊരു നീണ്ട മെസ്സേജ് അയച്ചു, ജോമോനെ 12 വർഷമായി ഞാൻ സ്റ്റേജിൽ കയറിയിട്ട്, ഇതൊരു അവസരമായിരുന്നു ഞങ്ങൾക്ക് തന്നത്. ഈ പേരൻസ് കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഒരു പക്ഷേ ഈ ഒരു പ്രോഗ്രാം ഇത്ര ഭംഗിയായത്. പിന്നെ ഇതിന് പിന്നിൽ ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ, കോസ്റ്റ്യൂമിൻ്റെ ആണെങ്കിലും ബാക്ക് ഡ്രോപ്പ് ചെയ്തത് ലിൻഡോ എന്ന് പറഞ്ഞ ആളാണ്. അപ്പം ആളാണെങ്കിലും ലീവ് എടുത്താണ് 2 ദിവസം നമുക്ക് വേണ്ടി ചെയ്തത്. പിന്നെ ഇതിൽ അഭിനയിച്ചത് എല്ലാവരും തന്നെ വന്നു ചേർന്നവരാണ്. നമ്മൾ ആരെയും നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നമ്മളൊരു ഫ്രണ്ട് സർക്കിളിൽ അല്ലെങ്കിൽ നമ്മളോട്ട് കണക്ട് ചെയ്യുന്ന നമ്മൾ ഈ ഒരു ക്യാരക്ടർ എടുത്താലോ ഈ ഒരു ക്യാരക്ടർ ചോദിച്ചാലോ അങ്ങനെ വന്നു ചേർന്നവരാണ് എല്ലാം. പിന്നെ പറയാത്ത കാര്യം, ഫാമിലി ഫുൾ അഭിനയിച്ചവരുണ്ട് എല്ലാം ചോദിച്ചേട്ടാ. അതോടൊപ്പം തന്നെ അമ്മയും അമ്മായിപ്പനും അഭിനയിച്ചവരുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ സെഷനിൽ ഫാമിലി ഫുൾ അഭിനയിച്ചവരുണ്ട്. അപ്പോൾ അമ്മ കൊച്ചിനെ പ്രാക്ടീസിനുണ്ടെന്നിട്ട് അമ്മ മാർഗംകളിക്ക് കയറിയവരുണ്ട്. അവരൊക്കെ എൻജോയ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ മോൻസി ചേട്ടൻ, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മോൻസി ചേട്ടൻ്റെ അതായത് മെയിൻ കഥാപാത്രം ചെയ്ത മോൻസി ചേട്ടൻ്റെ അമ്മ ICU-ലായിരുന്നു. അമ്മ ICU-ലായിരുന്നിട്ട് ആ ആള് ഞങ്ങൾ കുഞ്ഞുങ്ങൾ മുട്ടയെന്ന് പ്രാർത്ഥിച്ചു. ഒരു കൊന്ത നമ്മുടെ മോൻസേട്ടൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചൊല്ലി നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ്. ആ പ്രാർത്ഥനയുടെ ഫലം ആള് ഇപ്പം വീട്ടിലേക്ക് മാറ്റി. പക്ഷെ മോൻസേട്ടൻ നാട്ടിൽ പോയിട്ട് സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്തു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനുള്ള സമയമായിരുന്നത്, എന്താവും എങ്ങനെയാവും. പക്ഷേ ആ സമയത്ത് ആ റിസ്ക് ജൂബിച്ചേട്ടൻ റെഡി ആയിരുന്നു. അത് ഓക്കെ മോൻസേട്ടനില്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ തമ്പുരാൻ അതെല്ലാം അതിനെ ഒരു രീതിയിൽ അതിനെ കൊണ്ടുവന്ന് തന്നു എന്നുള്ളതാണ് പറയത്തത്. പിന്നെ ചില കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ രീതിയിലും അവർ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. നമ്മുടെ ഈ ഒരു അതുപോലെ സ്റ്റേജ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം കോസ്റ്റ്യൂം അതെല്ലാം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ കുഞ്ഞുങ്ങളാണ് അവർ ഞാൻ എത്ര വഴക്ക് പറഞ്ഞാലും എത്ര ഇത് പറഞ്ഞാലും ജോമോൻ ചേട്ടാ കുഴപ്പമില്ല ഞങ്ങൾ ചെയ്യാം. പിന്നെ യൂത്ത് അവരെന്ന് പറഞ്ഞാൽ എല്ലാം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പം അവർ വരും അവർ പ്രാക്ടീസിന് ഓടി വരുമ്പോൾ നമുക്ക് ആ സ്നേഹം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സഭയ്ക്ക് വേണ്ടി തമ്പുരാന് വേണ്ടി ഒരു നിമിഷം അല്ലെങ്കിൽ മാറ്റി വെച്ചാൽ അത് ഉറപ്പായിട്ടും അവരെ മാനിക്കുന്നതാണ്. നീ തമ്പുരാന് വേണ്ടി ഇറങ്ങിയോ തമ്പുരാൻ നിന്നെ മാനിച്ചിരിക്കും. അത് ഞാൻ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. എൻ്റെ അപ്പനും പറയും നീ തമ്പുരാന് വേണ്ടി ഇറങ്ങിയോ. പിന്നെ പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഭാര്യ തന്നെയാണ്. പറയാതിരിക്കാൻ പറ്റില്ല. ആള് നാച്ചുറോപ്പതി ഡോക്ടറാണ്. ആൾ UK-യിൽ ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. ആള് പോയി കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള വിസ കാര്യങ്ങളെല്ലാം ആയി. അപ്പോഴാണ് എന്നെ ജോജി ചേട്ടൻ ഒരു ഇടുത്തി പോലെ എന്നെ വിളിക്കുന്നത്, ജോമോനെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ. ഞാൻ ആദ്യം നോ പറഞ്ഞു. അത് നോ പറയാനുള്ള കാരണം ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് പോകണം എന്നുള്ള ചിന്താഗതിക്കാണ്. അപ്പം ആളെന്നോട് പറഞ്ഞു, ആൻസി പറഞ്ഞു, ചോദിച്ചാൽ ഒരു ചാൻസ് അല്ലേ ഒന്ന് ചെയ്യുക തമിഴ്നാട് നാമത്തിലല്ലേ ചെയ്യുക. അതോടൊപ്പം തന്നെ ആൻസിയുടെ ഫാമിലിയും ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയും അപ്പനും അതോടൊപ്പം തന്നെ ആൻസിയുടെ സഹോദരങ്ങളും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ചുമന ചെയ്തു നല്ല കാര്യമല്ലേ. അപ്പം അവർ തന്ന സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രം അതുകൂടെ ഒരു കാര്യമാണ്. പിന്നെ പേഴ്സണലി എന്നെ സഹായിച്ച കുറച്ച് അച്ഛന്മാരുണ്ട്. സോങ്സ് വൈസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും നമുക്കൊരു സജഷൻസ് ചോദിക്കാനും. പിന്നെ സെബാസ്റ്റ്യൻ പെരുന്നിലത്തച്ഛൻ അച്ഛനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ബ്രിജേഷ് അച്ഛൻ ഹെൽപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യൻ കൈപ്പിളാക്കൽ അച്ഛൻ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ അച്ഛനാണ്. അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് കുറച്ച് കോസ്റ്റ്യൂം നമുക്ക് ഇങ്ങോട്ട് എത്തിക്കേണ്ടതായിട്ട് വന്നു. ബ്രിജേഷ് അച്ഛനാണ് ഉടുപ്പ് കൊടുത്തു വിട്ടത്. ബ്രിജേഷ് പുറ്റുമണിലച്ഛൻ അങ്ങനെ സഹകരണം കൊണ്ടാണ് ഈ ഒരു പരിപാടി ഇത്ര ഭംഗിയാക്കാൻ സപ്പോർട്ട് ചെയ്തു. പാട്ടുകളുടെ കാര്യത്തിലും പാട്ട് നമുക്ക് തന്നത് ഷാജി അച്ഛൻ്റെ പാട്ടുകളാണ്. നമ്മൾ യൂട്യൂബിൽ നിന്ന് ഷാജി അച്ഛൻ്റെ പാട്ടുകൾ എടുത്തു. പിന്നെ ജോമി അച്ഛൻ്റെ എടുത്തു. ജോമി അച്ഛൻ പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അൻസോൾ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്കത് കുഴപ്പമില്ല. പക്ഷെ അത് ഏറ്റവും ഭംഗിയായിട്ട് അത് ഏറ്റവും പാട്ടുകൾക്കൊക്കെ ജീവൻ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ എഴുതി വെക്കുന്നത് പോലെ എനിക്ക് ചില സാധനങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ സംഭവം കൊണ്ടുതരും. ഈ അങ്ങനെ നമുക്ക് അങ്ങനെ കിട്ടിയ പാട്ടുകളാണ് ഇതെല്ലാം. അല്ല ഒരു
അവിടുത്തെ വ്യൂവർ എന്നുള്ള നിലയ്ക്ക് ഞാൻ താഴെ ഇരുന്ന് കാണുകയാണല്ലോ, സ്റ്റേജ് പ്രോഗ്രാം മുഴുവൻ കാണുകയായിരുന്നു. അതായത് മഴയൊക്കെ പെയ്യുന്ന കാണുമ്പം ശരിക്കും കൊറിയോഗ്രാഫിയുടെ ഭംഗി നമ്മൾ ആസ്വദിക്കുകയായിരുന്നു. മഴ അടുത്തിരിക്കുന്നവർ നനയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുകയായിരുന്നു. സൗണ്ടും എല്ലാം വന്ന് വളരെ ഭംഗി. അതുപോലെ ഇപ്പം തന്നെ പലപ്പോഴും പലരുടെയും കണ്ണ് നിറഞ്ഞു. ചാവറയച്ചൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോൾ അല്ല, ചാവറയച്ചൻ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓർക്കുമ്പോൾ, അപ്പോൾ കലാകാരൻ്റെ ദൗത്യം തന്നെ അതാണ്, സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്, നമ്മൾ റെക്കോർഡിങ് അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ആലപ്പുഴയിലൊരു ടീമായിരുന്നു. അത് സൂസി ചേച്ചി, ഡോണ്, സോജിത്ത്, അങ്ങനെ ഒരു കുഞ്ഞുങ്ങൾ വരെ ആ ചെറിയ സീൻസൊക്കെ നമുക്ക് ഇമോട്ട് ചെയ്യാന്നുള്ളത് റെക്കോർഡ് ചെയ്ത് തന്ന സാധനം നമ്മൾ സ്റ്റേജ് ഇമോട്ട് ചെയ്യാൻ അവരെ നമ്മൾ അത്രയ്ക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ മക്കൾ അതേപടി തന്നു. നമുക്ക് ബിഹൈൻഡ് ദി സീൻസ് വീഡിയോസ് ഒക്കെ ഉണ്ട്, അത് കണ്ടുമ്പോൾ നമ്മളതിന് തോന്നും ഈ കുഞ്ഞുങ്ങളാണ് ഇത് ചെയ്തതെന്ന്. അത്രയ്ക്ക് സപ്പോർട്ട് തന്നു. റോജർ എന്ന് പറഞ്ഞ ആളാണ് മിക്സിങ് കാര്യങ്ങൾ ചെയ്തത്, ഗൗതമാണ് അതിൻ്റെ ട്രാക്കിങ് ചെയ്തത്. അപ്പം അവരുടെയൊക്കെ ഒരു കട്ട സപ്പോർട്ട്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ അനിയന്മാർ രണ്ടുപേര് വെച്ചാൽ ഞാൻ ഈ റെക്കോർഡിങ്ങിന് ഒക്കെ പോയിട്ട് വരുമ്പോഴത്തെ രാത്രിയിൽ ബസ് ഉണ്ടാവില്ല. അപ്പം അനിയൻ വീട്ടിൽ അവന് ഓട്ടോ ഉണ്ട്. അപ്പോൾ രാത്രിയിൽ 11-12 അവൻ ഓട്ടോ ആയിട്ട് എരുമേലി വരും. എരുമേലി നമ്മുടെ അങ്ങോട്ട് 16 കിലോമീറ്റർ ഉണ്ട്. അവൻ അങ്ങനെ വരുമായിരുന്നു. അവൻ അങ്ങനെ വന്നാണ് കൂട്ടിക്കൊണ്ട് പൊക്കോണ്ടിരുന്നത്. അപ്പം ആ ഒരു സപ്പോർട്ട് പറഞ്ഞാൽ തീരാത്തത്ര മനുഷ്യർ ഇതിന്റെ പിന്നിലുണ്ട്. അതിൻ്റെ കൂടുതൽ എനിക്കൊന്ന് പറയാനായിട്ടുള്ളത്, നമ്മൾ പല പ്രാവശ്യം ഈ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് അവിടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ചെന്നിട്ടുണ്ട്. ഈ സ്കൂൾ ഗ്രൗണ്ട് കിട്ടിയത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണ്. കാരണം 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തോ എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പറഞ്ഞപ്പം നമുക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെ പ്രാക്ടീസ് ചെയ്യുമെന്നുള്ള വലിയൊരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഈ പ്രാക്ടീസിന് സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം കുട്ടികളെല്ലാം ഇങ്ങനെ നിൽക്കുന്നു. ഒരു സൈഡിൽ കുട്ടികൾ, ഒരു സൈഡിൽ വലിയവർ, ഒരു സൈഡിൽ യൂത്തുമാർ, ഇവരെല്ലാം നിന്ന് അവരുടേതായിട്ടുള്ള റോളുകൾ പഠിക്കുന്നു. എന്നിട്ട് പിന്നെ അത് അവർ തന്നെ ഇമ്പാക്ട് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ഒരു എണ്ണയിട്ട് യന്ത്രം മാതിരി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ 27ന് അങ്ങ് അവതരിപ്പിച്ചുകൊണ്ടല്ലോ എല്ലാവരും സ്തബ്ധരായി നിന്നുപോയി. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. പറയാതെ വയ്യാത്തൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഈ കോസ്റ്റ്യൂം കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്, അത് സന്ധ്യ ചേച്ചി ഒരു സാധനം നമ്മൾ പറഞ്ഞാൽ ഈ സാധനം ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ ആൾ ഗ്രൂപ്പിലിടും. റെക്സി ചേച്ചി, അവരൊക്കെ ഭയങ്കര സപ്പോർട്ട്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്ത ഒരു ടീമുണ്ട്, മിന്നു ചേച്ചി, അവരുടെ ഒരു ടീമുണ്ട്. അവരൊക്കെ ഒരു ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ നടക്കില്ല കാര്യങ്ങൾ. അതുപോലെ പ്രോപ്പർട്ടീസ് നമുക്ക് പലതും ഒരുപാട് സാധനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നിരുന്നു. നമുക്ക് പ്രാവിന് വേണ്ടി വന്നിരുന്നു, ചാക്ക് വേണ്ടി വന്നിരുന്നു, സോഫ വേണ്ടി വന്നിരുന്നു, കട്ടിൽ വേണ്ടി വന്നിരുന്നു. കട്ടിലൊക്കെ പഴയ കാലത്തെ പോലെ അതൊക്കെ തീരുമാനിക്കണമെന്ന് പറയണം. കാരണം ഞാനും ജുബിചാനോട് അവിടെ നമ്മൾ ആ സ്റ്റോറി ചെല്ലുമ്പോൾ 2 കാലം ഇവിടെ നാട്ടി വെച്ചേക്കുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് ഇതെടുത്താൽ സെറ്റാക്കാം. അപ്പോൾ തമ്മിലാണ് ഓരോന്നും കൊണ്ടുതരികയായിരുന്നു. നമ്മുടെ ലിംസി ചേച്ചിയുടെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തു. അങ്ങനെ കുറേ പേര് അതിന് വേണ്ടി എഫേർട്ട് എടുത്തു. തീർച്ചയായും. പിന്നെ നമ്മൾ ആ സീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സോഫ അതിന് പെർഫെക്റ്റ് മാച്ചാണ്. അത് കിട്ടുന്നത് തലേ ദിവസമാണ് നമ്മൾക്ക്. കാരണം നമ്മൾ ഓർക്ക് ഒരു സോഫ കിട്ടാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന്, പക്ഷേങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സാധനം കിട്ടാനായിട്ട് കുറച്ച്, അപ്പോൾ ഇത് ദൈവം നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്നു എന്നുള്ളത്. നാട്ടിൽ ചെയ്യുന്ന പോലെയല്ല നമ്മൾ ദുബായ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പരിമിതികളുണ്ട്. പരിമിതികൾ നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രിവിലേജ് ആയിട്ട് തന്നെ പറയാം, സിറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് മൈലോഡ് മൈക്കോട്, അത് കഴിഞ്ഞ് നമ്മുടെ പ്രളയം ചെയ്തു, അത് കഴിഞ്ഞ് നാഥൻ്റെ വഴി ചെയ്തു, ഡാൻസിൻ്റെ 2 എണ്ണം, 10 കൽപ്പന ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് വന്നത് ഇത് 5ാമത്തെ. അപ്പോൾ ഒരു വലിയൊരു പ്രിവിലേജ് തന്നെയാണ് എനിക്കിത്. കാരണം എനിക്ക് നല്ല കുറെ സൗഹൃദങ്ങൾ, നല്ല കുറെ ബന്ധങ്ങൾ കിട്ടി. നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരം. അതെ. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ടീമുകളാണ് പ്രാർത്ഥന, അവരുടെ കുർബാന അപ്ഡേഷൻസ്, അതോടൊപ്പം തന്നെ ഇന്റർസെഷൻസ് എല്ലാം പറയാതിരിക്കാൻ പറ്റില്ല. അവർ അത്ര എഫേർട്ടായിട്ട് ഇട്ടു. അപ്പോൾ പിന്നെ ഒത്തിരി ദൂരെ നിന്ന് വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഓടി വരും. എന്നിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിള്ളേരോട് ചോദിക്കുക, ജോമൻ ചേട്ടാ ഇന്നിവിടെ പ്രാക്ടീസ്, ഇന്നിവിടെ പ്രാക്ടീസ് ഇല്ലേ? നമ്മൾ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതെ. മാത്രമല്ല നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും ദർ ഇസ് ആൻ ഒബ്ജക്റ്റീവ്, എവറിത്തിങ് ഫോർ ഹിസ് ഗ്രേറ്റർ ഗ്ലോറി. അപ്പം നമ്മൾ ഈ സിറോ മലബാർ ഡേ ആഘോഷിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് എടുത്തൊരു തീരുമാനമാണ് നമ്മൾ ചെയ്യുന്ന എന്തും അവൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അവൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഫെയിം കിട്ടും. ദൈവം തീർച്ചയായിട്ടും മാനിക്കും. അപ്പം നമ്മളാരും നമ്മുടെ ഗ്ലോറിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ചെയ്യത്തുമില്ല. അത് നമ്മുടെ ഒരു തീരുമാനമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെല്ലാം മാനിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇന്റർസെഷൻ മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ അത്ര പവർഫുൾ ആയിട്ട് റൈറ്റ് ഫ്രം ദ ഡേ 1
വളരെ കാര്യഗൗരവമായിട്ട് കറക്റ്റാണ് വിനി. അതായത് എന്താ പറയുക, ഇപ്പൊ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഈ സ്റ്റേജിൽ അതുപോലെ വരണമെന്നില്ല. തീർച്ചയായിട്ടും അത് അത് ദൈവവും കൂടെ കൈയൊപ്പിട്ടത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് മനുഷ്യന്റെ അങ്ങനെ മനസ്സിലേക്ക് സ്ഥാനം വന്നത്. അപ്പോൾ നിങ്ങൾ അധ്വാനിച്ചു, ബട്ട് ദൈവം അതിന് പ്രതിഫലം തന്നു. അതുകൊണ്ടാണ് ഓരോ ഡയലോഗ് പറയുമ്പം ചില ആൾക്കാരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു നാടകം മാതിരി തീരേണ്ട സംഭവമാണ്. ഇതിനകത്ത് ചെയ്തേക്കുന്ന മെയിൻ കഥാപാത്രങ്ങളൊക്കെ ആണെങ്കിലും നിഖിൽ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നിഖിൽ ഓൾറെഡി അഭിനയിച്ച് വലിയ പരിചയമില്ലാത്ത ആളാണ്. ആൾ വന്ന് നമ്മൾ ആദ്യം കുറേ ഞാൻ വഴക്ക് പറഞ്ഞു, പക്ഷേ ആൾ ആ സ്റ്റേജിൽ പക്ക അടിച്ചു. ഞാൻ 100% ഈ തമ്പുരാന് കൊടുക്കുമ്പോൾ, അത് അങ്ങനെ തന്നെ തമ്പുരാന് കൊടുക്കുമ്പോൾ 100% കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഒത്തിരി കഷ്ടപ്പെട്ടു. പിന്നെ എനിക്കിത് പറയത്തക്കതായിട്ടുണ്ട്, ഡെയിലി കുർബാന മുടക്കാത്ത 2 പേര് എനിക്ക് കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവിടെ, സിൻഡോ ചേട്ടനും അനിലേട്ടനും. ഡെയിലി കുർബാന മുടക്കില്ല. അത് കഴിഞ്ഞാൽ ഒരു പരിപാടിയില്ല അവർക്ക് രണ്ടുപേർക്കും. അവിടെ പിന്നെ സുധിച്ചേട്ടൻ, അവരൊന്നും കുർബാന മാക്സിമം അതൊരു നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ഓക്കെ, അവർ കുർബാനയ്ക്ക് പോയിട്ടുണ്ട്. ഇപ്പം എൻ്റെ കുർബാന പലപ്പോഴും മിസ്സായിട്ടുണ്ട്. പക്ഷേ എനിക്കത് എൻ്റെ കുർബാന പലപ്പോഴും മിസ്സായിട്ടുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളിവിടെ നിൽക്കുമ്പോൾ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് പക്ഷേ എൻ്റെ കുർബാനയ്ക്ക് വേണ്ടി 2 കുർബാന കണ്ട ആൾക്കാരുണ്ട്. ഈ സിൻഡോപ്പനും അല്ലേട്ടനും ഒക്കെ, അവരൊക്കെ എനിക്ക് വേണ്ടി കുർബാന കണ്ട ആൾക്കാരാണ്. അപ്പം അത് ഭയങ്കര ഒരു അനുഭവവേദ്യമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. വളരെ വളരെ സന്തോഷം. നമ്മുടെ ചെറിയ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്ന് നമ്മൾ വലിയൊരു പ്രോഗ്രാമിൻ്റെ ഒരു റിവ്യൂ സത്യത്തിൽ പറയുകയായിരുന്നു. ഇതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ടവരുടെ അവർ പോയ വഴികൾ, അവരെ നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹം, അതോടൊപ്പം തന്നെ ദുബായ് സീറോ മലബാർ കമ്മ്യൂണിറ്റി വളരെ ശക്തമായി തിരുസഭയോട് ചേർന്ന് ഇവിടുത്തെ സഭാ മേലധ്യക്ഷന്മാരുടെ അനുവാദത്തോടെയും അവരുടെ ആശീർവാദത്തോടെയും നമ്മുടെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും കാത്തുരക്ഷിക്കുവാൻ എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വാക്കുകളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. അതെല്ലാം ദൈവനാമ മഹത്വത്തിനായി എന്ന് അവർ എടുത്തു പറയുന്നു. അതോടൊപ്പം തന്നെ എനിക്കൊന്ന് ആഡ് ചെയ്യാനായിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം വന്ന് നമ്മുടെ വിശിഷ്ടാതിഥി പെരുന്തോട്ടം പിതാവ് പറഞ്ഞത്, ഈ പ്രോഗ്രാം സ്റ്റേജിൽ അവതരിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഒരു റിവ്യൂ നടത്തിയായിരുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞത്, എനിക്ക് വലിയൊരു ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു, ആശങ്ക ഉണ്ടായിരുന്നു, പുറത്തുള്ള സീറോ മലബാർ കമ്മ്യൂണിറ്റി അവരെങ്ങനെയാണ് നമ്മുടെ സഭയും പാരമ്പര്യത്തെയും ഒക്കെ കാണുന്നതെന്ന്. പക്ഷേ ഈ ഈവൻ്റ് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പൂർണ്ണ വിശ്വാസമായി, എവരിബഡി ഈസ് ഇൻ ടു ദി റിയൽ ഹാൻഡ്സ്. നല്ല രീതിയിലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സീറോ മലബാർ വിശ്വാസത്തെയും സീറോ മലബാർ പൈതൃകത്തെയും പാരമ്പര്യത്തെയും ഒക്കെ നിങ്ങൾ വളരെയധികം സ്നേഹത്തോടുകൂടി സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഐ എം സോ കോൺഫിഡൻറ്റ് ആൻഡ് സോ ഹാപ്പി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉറപ്പായിട്ടും എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ഈ സ്ക്രിപ്റ്റിങ്ങിൽ എന്നെ ഹെൽപ്പ് ചെയ്ത 2 പേരുണ്ട്. അതായത് ഒരാൾ ഇബിൻ എന്ന് പറഞ്ഞ പയ്യനാണ്, അവൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ ഡോൺ എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ പ്രിൻസ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കഫറ്റീരിയയിൽ ഇരുന്നാണ് ഞങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ അങ്ങനെ പോയി വന്നാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഫോട്ടോസ്, ബാക്ക്ഗ്രൗണ്ട് ഡ്രോപ്സ് നമുക്ക് കണ്ടറിയാം. നമ്മൾ ജിബിൻ എന്ന് പറഞ്ഞ പയ്യനാണ്, അവൻ ഓൾറെഡി നാട്ടിലുള്ള ആളാണ്. അവനോട് വന്നിട്ടുണ്ട് ആളാണ് നമുക്ക് ബാക്ക് ടോപ്പ് ഫോട്ടോസ് എല്ലാം എടുത്ത് ചെയ്ത് തന്നത്. ജോമോൻ പറഞ്ഞാൽ തീരില്ല, കാരണം ജോമോൻ പോകുന്ന വഴികൾ അത്ര വലുതാണ്. ഓരോരുത്തർ ഓർത്തോർത്ത് ജോമോൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോമോൻ്റെ കൂടെ അല്ലെങ്കിൽ സീറോ മലബാർ കമ്മ്യൂണിറ്റി കൂടെ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം വേണ്ടിയാണ് ഈ വാക്ക് കൂട്ടുക. മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം സോറി. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. സീറോ മലബാർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, 21 പേരുള്ള. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ടതാണ്. ഈ സമയക്കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഇതിന് കട്ട സപ്പോർട്ടായിട്ട് നിന്ന എല്ലാവർക്കുമാണ് നന്ദി പറയേണ്ടത്. പിന്നെ നമ്മൾ ഒരു പ്രോഗ്രാം വെക്കുമ്പോഴത്തേനും സാധാരണ നമ്മൾ ഇവിടുത്തെ തിരക്കൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ പലരും മാറി നിൽക്കാറുണ്ട്. പക്ഷെ എൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഞാൻ ഈ 2 മാസമായിട്ട് 3 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറോ ഉള്ളൂ എനിക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടുള്ളൂ. ജോമോന് അത്രയും പോലും ഉറങ്ങാൻ സാധിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പാതിരാത്രിക്ക് കയറി ചെല്ലുമ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഭാര്യയും, അവരാണ് ശരിക്കും സഫർ ചെയ്യുന്നത് എന്നെക്കാട്ടിലും കൂടുതലായിട്ട്. കാരണം വെളുപ്പിന് 2 മണിക്ക് കയറി ചെന്ന് വാതിൽ മുട്ടുമ്പോഴത്തേനും അവരുടെ ഉറക്കമൊക്കെ പോവും. ഈ 2 മാസമായിട്ട് അങ്ങനെയായിരുന്നു. പക്ഷേ എന്നാലും എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് നമുക്ക് അതിലൊരു സന്തോഷം അഭിമാനമാണ്. തീർച്ചയായിട്ടും ജുബിച്ചേട്ടനെ പറയാതിരിക്കാൻ വയ്യ. കട്ടയ്ക്ക് കൂടുന്ന മനുഷ്യനാണ്. സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം. ബർത്ത്ഡേ ഒക്കെ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ അവരെന്നെ പ്രാങ്ക് ചെയ്തു. പക്ഷേ സന്തോഷം. നമുക്ക് സമയം കൊണ്ട് നമ്മൾ ഇതിനെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചതും പ്രാർത്ഥിച്ചതും ഒന്നും പറഞ്ഞു തീരുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും മനസ്സിലായി എത്ര മനോഹരമായി ഒരു മനസ്സോടെയാണ് ഈ ടീം പ്രവർത്തിച്ചത്. അപ്പോൾ ദുബായ് സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ഇനിയും അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ജോമോനെയും ടീമിനെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.